പിണറായി വിജയന്റെ ശൈലി മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഈ ശൈലി കൊണ്ട് വോട്ട് കുറയില്ല. മൂന്നാമതും LDF സർക്കാർ തുടരുമെന്നതിൽ സംശയമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കീർത്തി ചേർന്നുണ്ട്. കീർത്തി, ഇത് ഏത് സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി ഇത് പറഞ്ഞത്? മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു, ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു വെള്ളാപ്പള്ളി? സിജോ, ഇന്ന് SNDPയുടെ ജനറൽ യോഗം നടക്കാനിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ശാഖയുടെ യോഗം CPM വിളിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ പിണറായി വിജയന്റെ ശൈലി മാറ്റണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതായിട്ടുള്ള ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി നൽകിയത്. ശൈലി മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല. പിണറായിയുടെ ഒരു ശൈലി കൊണ്ട് വോട്ടൊന്നും കുറഞ്ഞിട്ടില്ല, ഇനി വോട്ടൊന്നും കുറയാനും പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമതും LDF തന്നെ തുടരും, മൂന്നാമതും LDF സർക്കാർ തന്നെ വരുമെന്നാണ് താൻ കരുതുന്നതെന്നും അതിൽ തനിക്ക് യാതൊരുവിധ സംശയമില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി. CPM യോഗം വിളിക്കുന്നതായി, ശാഖയുടെ യോഗം CPM യോഗം വിളിക്കുന്നതായി അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളൊന്നും തന്നെ കേട്ടിട്ടില്ല. അങ്ങനെ ശാഖയുടെ യോഗം വിളിക്കാൻ മാത്രം മണ്ടത്തരം CPM കാണിക്കില്ല എന്നും അദ്ദേഹം പറയുകയായിട്ട് അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തതായും അറിയില്ലെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു മുസ്ലിം വിരോധിയാണ് എന്ന തരത്തിൽ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നത് അടിസ്ഥാന വർഗമാണ്. പാർലമെന്റ് സീറ്റിൽ ഇടത് വലത് മുന്നണികൾ ഈഴവ വിഭാഗത്തെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊന്ന്, തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഈ ക്രിസ്ത്യൻ സമുദായം മൊത്തം ഭയത്തിലാണെന്നും അവരെ സംരക്ഷിക്കുന്നുവെന്ന് തോന്നുന്നവരിലേക്ക് വോട്ട് മാറുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആലപ്പുഴയിൽ ആരിഫ് തോറ്റത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ അല്ല, വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ കള്ള് കച്ചവടക്കാരനെന്ന് അബ്ദുൾ ഗഫൂർ വരെ വിളിച്ചു. എന്നാൽ അബ്ദുൾ ഗഫൂർ വിദ്യാഭ്യാസ കച്ചവടക്കാരനാണെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. തന്നെ വ്യക്തിഹത്യ ചെയ്യുകയാണെന്നും ത്രികോണ മത്സരത്തിൽ രാഷ്ട്രീയമായ ഗുണം ഇടതുമുന്നണിക്ക് ലഭിക്കുന്നുണ്ട്. ഈ NDA LDFന് ഐശ്വര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതാണ്, ഈ ത്രികോണ മത്സരത്തിൽ രാഷ്ട്രീയപരമായ ഗുണം ഇടതുമുന്നണിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശരി. കീർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. പിണറായിയുടെ ശൈലി മാറ്റേണ്ടതില്ല, ഈ ശൈലി കൊണ്ട് വോട്ട് കുറയില്ല, മൂന്നാമതും LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി കൊച്ചിയിൽ പറഞ്ഞു. വിവരങ്ങളാണ് കീർത്തി നൽകിയത്.